അലൈക്കും വറഹ്മത്തുള്ളാഹി. മുറാദി യാ മുറാദി യാ മുറാദി മുറാദി ഷാ ഖദീറുല്ലാഹ് മുറാദി വശൗഖി അൻത യാ ഖുത്ബസ് സമാനി വജൂദി മദ്ഹറുല്ലാഹി സുൽത്താനി. സ്നേഹനിധികളായ സഹോദരങ്ങളെ, എല്ലാവർക്കും പെരുന്നാൾ ആശംസകൾ. വന്ദരായ നായിബ് ഖുത്ബുസ്സമാൻ ഷെയ്ഖ് നിസാമുദ്ദീൻ സുൽത്താൻ ഷാ ഖാദിരി ചിശ്തി മഹാനവറുകളുടെ ഭാഗത്തു നിന്നുള്ള അനുഗ്രഹീതമായ പെരുന്നാൾ ആശംസകൾ. ജീലാനി ട്രസ്റ്റിന്റെ കീഴിലുള്ള എല്ലാ സംഘടനകളുടെയും സ്ഥാപനങ്ങളുടെയും ഭാഗത്തു നിന്നും എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ പെരുന്നാൾ ആശംസകൾ. പെരുന്നാൾ സന്തോഷിക്കാനുള്ള ദിവസം. വൽ ഫജ്ർ വലയാലിൻ അശ്ർ വശഫ്ഇ വൽ വത്ർ. വശഫ്ഇ ഇരട്ടയാണ് സത്യം, വൽ വത്ർ ഒറ്റയാണ് സത്യം. എന്താണ് അതുകൊണ്ടുള്ള ഉദ്ദേശ്യം? ഖുർആൻ വ്യാഖ്യാതാക്കൾ പറയുന്നത് ഇരട്ട സൃഷ്ടികളുടെ സ്വഭാവം, ഒറ്റ സൃഷ്ടാവിന്റെ സ്വഭാവം. ജീവിതം മരണം സൃഷ്ടിക്ക് മാത്രമുള്ളതാണ്, സൃഷ്ടാവിനില്ല. സൃഷ്ടാവിന് ജീവിതം മാത്രമാണുള്ളത്. വിവരം അജ്ഞത, സന്തോഷം ദുഃഖം, നിരാശ പ്രതീക്ഷ, ശക്തി ബലഹീനത, രോഗം ആരോഗ്യം. ഇങ്ങനെ ഇരട്ടകളാണ് സൃഷ്ടിയുടെ സ്വഭാവം, ഒറ്റയാണ് സൃഷ്ടാവിന്റെ സ്വഭാവം. മനുഷ്യന് എന്നും സന്തുഷ്ടനല്ല, ഇടക്കവൻ ദുഃഖിതനാവും. എന്നും അവൻ ജീവിച്ചിരിക്കുകയില്ല, മരണപ്പെട്ടു പോകും. എപ്പോഴും അവൻ ശക്തനല്ല, ബലഹീനനാണ്. എപ്പോഴും അവൻ അറിവുള്ളവനല്ല, അറിവില്ലാത്തവനാകും. പെരുന്നാൾ ദിനം സന്തോഷിക്കാനുള്ള ദിനം. സന്തോഷം രണ്ട് തരത്തിലുണ്ട്. ആത്മാവിന്റെ സന്തോഷം, ശരീരത്തിന്റെ സന്തോഷം. ആത്മാവിന്റെ സന്തോഷം യഥാവിധി അനുഭവിക്കാനായാൽ ശാരീരികമായ സന്തോഷം വളരെ താഴോട്ട് പോകും, അത് ഒന്നുമല്ലാതെയായി മാറും. അതാണ് ഇമാം ഷിബിലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ മഹാനവറുകളുടെ ഒരു പെരുന്നാൾ കവിതയുണ്ട്. ഇദാ മാ കുൻത ലീ ഈദാ ഫമാ അസ്നഉ ബിൽ ഈദി ജറാ ഹുബ്ബുക ഫീ ഖൽബി കജറിൽ മാഇ ഫിൽ ഉദി. പടച്ചവനെ, നീയാണ് എൻ്റെ പെരുന്നാൾ. അങ്ങനെയെങ്കിൽ ഈ പെരുന്നാൾ ദിനം കൊണ്ട് ഞാൻ എന്ത് ചെയ്യാൻ? എൻ്റെ പെരുന്നാൾ നീയാണ്. നിന്നോടുള്ള പ്രേമം എൻ്റെ മനസ്സിൽ ഉടനീളം സഞ്ചരിച്ചിരിക്കും. ഒരു പച്ചമരക്കൊമ്പിൽ നീര് എങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു അതുപോലെ എൻ്റെ മനസ്സിൽ നിന്നോടുള്ള പ്രേമം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് റബ്ബേ. മാനവറുകളുടെ പെരുന്നാൾ, മാനവറുകളുടെ സന്തോഷം അല്ലാഹു, ആത്മീയമായ സന്തോഷം. അതിനെ കവച്ചു വെക്കാൻ ശാരീരികമായ സന്തോഷങ്ങൾക്ക് കഴിയില്ല. കേവലം രുചികരമായ ഭക്ഷണം, കൂട്ടുകാരോടൊന്നിച്ച്, കുടുംബക്കാരോടൊന്നിച്ച് അത്തരം ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുക, കുശലം പറയുക, സന്തോഷം പങ്കിടുക, ശാരീരികമായ സന്തോഷങ്ങൾ അതൊക്കെയാണ്. ചെറിയ പെരുന്നാൾ ദിവസം രണ്ട് സന്തോഷവും സംയോജിക്കുന്നതായ ഒരു പ്രത്യേക ഘട്ടം. കുടുംബബന്ധം പുലർത്തണം, കുടുംബക്കാരെയും കൂട്ടുകാരുടെയും കൂടെ വിഭവസമൃദ്ധമായ ഭക്ഷണങ്ങൾ കഴിക്കണം, അങ്ങനെ സന്തോഷം പങ്കിടണം, പരമാവധി പരസ്പരം സന്തോഷിപ്പിക്കണം, ശാരീരികമായ സന്തോഷം. അതോടൊപ്പം ചെറിയ പെരുന്നാളിനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി, എല്ലാ റോഡുകളുടെയും തുടക്കത്തിൽ ധാരാളം മലക്കുകൾ കാത്തിരിക്കും. പെരുന്നാൾ ആഘോഷിച്ചുകൊണ്ട് ആ വഴിയിലൂടെ നടന്നു വരുന്ന മുഴുവൻ മുസ്ലിമീങ്ങളെയും മുഅ്മിനീങ്ങളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് അവരോട് മലക്കുകൾ പറയുകയാണ്,
അള്ളാഹു പറയാൻ കൽപ്പിച്ചതനുസരിച്ച് ഈ പരിശുദ്ധ മാസം നോമ്പനുഷ്ഠിക്കാൻ നിങ്ങളോട് അള്ളാഹു കൽപ്പിച്ചു. നിങ്ങൾ നോമ്പനുഷ്ഠിച്ചു. നിന്ന് നിസ്കരിക്കാൻ പറഞ്ഞു, നിങ്ങൾ തറാവീഹ് നിസ്കരിച്ചു. അങ്ങനെ നിങ്ങൾ ഇന്ന് പള്ളിയിൽ ഒത്തുചേരുകയാണ്. നിങ്ങൾ അവിടെ വെച്ച് എന്ത് ചോദിച്ചാലും അള്ളാഹു അത് നൽകുക തന്നെ ചെയ്യും. അങ്ങനെ ഇൻസരിഫൂ മിനൽ മുസല്ല മഗ്ഫൂറൻ ലക്കും, നിങ്ങൾ എല്ലാ ദോഷങ്ങളും പൊറുക്കപ്പെട്ടവരായി നിങ്ങളുടെ മുസല്ലയിൽ നിന്ന്, നിസ്കാര സ്ഥലത്ത് നിന്ന് നിങ്ങൾ പിരിഞ്ഞു പോവുക എന്ന് മലക്കുകൾ അവരോട് പറയും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സഹോദരങ്ങളെ, ഇത് ആത്മീയമായ സന്തോഷം. ആത്മീയമായ സന്തോഷവും ശാരീരികമായ സന്തോഷവും ഒരുമിച്ച് വന്ന ഈ മഹത്തായ സുദിനം നാം പരമാവധി ആത്മീയമായ സന്തോഷത്തിന് പ്രാമുഖ്യം നൽകണം. അതിൻ്റെ പ്രാധാന്യം നാം മനസ്സിലാക്കണം. ഫമൻ കാന യർജു ലിഖാഅ റബ്ബിഹി ഫൽയഅമൽ അമലൻ സ്വാലിഹൻ വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി. അള്ളാഹുവിനെ കാണാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതൊരു ആഗ്രഹിക്കപ്പെടേണ്ട സംഗതിയാണെന്നും അത് അങ്ങേയറ്റം മോഹം ശതഗുണീഭവിക്കുന്ന വലിയൊരു സംഗതിയാണെന്നും അങ്ങനെ ഒരു തിരിച്ചറിവും ബോധവും ഉണ്ടാകാം. അവരോടാണ് അള്ളാഹു പറയുന്നത്, ആരെങ്കിലും അള്ളാഹുവിനെ കാണാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഫൽയഅമൽ അമലൻ സ്വാലിഹൻ വലാ യുശ്രിക്, അവൻ സൽക്കർമ്മങ്ങൾ ചെയ്യട്ടെ, ശിർക്ക് വെക്കാതിരിക്കട്ടെ. അതുപോലെ കല്ലാ ഇന്നഹും അൻ റബ്ബിഹിം യൗമഇദിൻ ലമഹ്ജൂബൂൻ, വളരെ ഭീകരമായ, വളരെയേറെ വേദനാജനകമായ ശിക്ഷയായി അള്ളാഹു താക്കീത് നൽകുന്നത് എന്താണെന്നറിയാമോ? അവർക്ക് അവരുടെ റബ്ബിനെ തൊട്ട് അവരെ മറയിടപ്പെടും. അവർക്ക് അവരുടെ റബ്ബിനെ കാണിച്ചു കൊടുക്കില്ല. ഭയാനകമായ ശിക്ഷയായി അള്ളാഹു പറയുക. അതൊരു വേദനാജനകമായ ശിക്ഷയായി അനുഭവപ്പെടണമെങ്കിൽ അള്ളാഹുവിനെ കാണുന്നത് അത്രമാത്രം ഒരു ആഗ്രഹിക്കപ്പെടേണ്ട സംഗതിയായി മാറണമെങ്കിൽ സഹോദരങ്ങളെ, പരിശുദ്ധമായ തൗഹീദ് നമ്മുടെ ആത്മാവിൽ സന്നിവേശിക്കപ്പെടണം. ആത്മാവിൽ തൗഹീദ് അരക്കിട്ടുറപ്പിക്കപ്പെടണം. അത് യോഗ്യനായ ഒരു ഷെയ്ഖിൽ നിന്ന് ലഭിക്കേണ്ടതുണ്ട്. അവരാണത് ആത്മാവിൽ ഉറപ്പിച്ചു തരുന്നത്. ഇലാനി ശരീഫിൽ വന്യരായ നായിബ് ഖുത്ബുസ്സമാൻ ശൈഖ് നിസാമുദ്ദീൻ സുൽത്താൻ ഷാ ഖാദിർ ചിശ്തി മാനവറുകളെ സമീപിച്ചാൽ, സഹോദരങ്ങളെ, അള്ളാഹുവിനെ കാണുക എന്നത് ഏറ്റവും വലിയൊരു ആഗ്രഹമായി, അത് ഏറെ മോഹിക്കപ്പെടേണ്ട ഒരു സംഗതിയാണ് നമുക്കൊക്കെ അനുഭവപ്പെടുന്നു. അള്ളാഹുവിനെ കാണുകയില്ല, അള്ളാഹുവിനെ കാണിച്ചു തരില്ല എന്ന് പറയുന്നത് ഒരു ഭയാനക ശിക്ഷയായി, ഒരു വേദനാജനകമായ ശിക്ഷയായി നമുക്ക് അനുഭവപ്പെടും. ഈമാന്റെ മാധുര്യമുണ്ടാകുമ്പോഴാണ് ആ അനുഭവം ഉണ്ടാകുന്നത് സഹോദരൻ. അതുകൊണ്ട് മഹാനായ നായിബ് ഖുത്ബുസ്സമാൻ ശൈഖ് നിസാമുദ്ദീൻ സുൽത്താൻ ഷാ ഖാദിർ ചിശ്തി മാനവറുകളെ സമീപിച്ച് ആ പരിശുദ്ധമായ തൗഹീദിൽ ബൈഅത്ത് ചെയ്യുക, അത് നിലനിർത്താൻ, അതിൻ്റെ ഈമാനിൻ്റെ മാധുര്യം നുകരാനും നാം തയ്യാറാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്ത് പരലോകത്ത് ശരിയായ പെരുന്നാൾ ആസ്വദിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഒരു മുഅ്മിനിന്റെ ഏറ്റവും വലിയ പെരുന്നാൾ അവൻ അല്ലാഹുവിനെ കാണുന്ന ദിവസമാണ്. ആ പെരുന്നാൾ നമുക്കൊക്കെ അനുഭവിക്കാൻ, ആനന്ദിക്കാൻ അല്ലാഹു മഹാനവറുകളുടെ ഹക്ക് കൊണ്ട്, ഒന്നിരായ ഖുത്ബുസ്സമാൻ ശൈഖുനാ മഹാനവറുകളുടെ ഹക്ക് കൊണ്ട് തൗഫീഖ് നൽകുമാറാകട്ടെ.
അസ്സലാമു അലൈക്കും.